ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. അപ്പേ ഞാൻ 2-3 ദിവസമായി കുറേ ദിവസമൊക്കെ ഇങ്ങനെ വീഡിയോ ഇട്ടിട്ട് വേറെ ഒന്നല്ല കേട്ടോ. വീഡിയോക്ക് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ പോകാണ്ടായി കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം കേട്ടോ. നമ്മളുടെ ആ വീഡിയോൻ്റെ അടിയിൽ 1K അങ്ങനെ അങ്ങനെ കാണുമ്പോഴാണ് നമുക്കൊരു സന്തോഷം. അപ്പോൾ ഒരു 20 മേലൊക്കെ പോണില്ലെന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. ഞാനപ്പോൾ അത് ഡിലീറ്റ് ചെയ്ത് കളയും. പിന്നെ അത് നോട്ടിഫിക്കേഷൻ പോകാത്തതുകൊണ്ട് ഭയങ്കര സങ്കടത്തിലേക്ക് ആയിരുന്നു. അപ്പം ഇന്നലെ ഞാൻ വീഡിയോ കാണുന്നത് നമ്മൾ വീഡിയോസൊക്കെ ഇടാനായിട്ട് ലാഗ് ആകുമ്പോഴാണ് നമ്മളുടെ വ്യൂസ് കുറയണേന്നുള്ളൊരു ന്യൂസ് ഞാൻ കണ്ടത്. ഇനിയിപ്പോൾ വ്യൂസ് ഉണ്ടായാലില്ലെങ്കിലും അപ്പം വീഡിയോ അങ്ങോട്ട് ഇടാന്ന് ഓർത്ത് കാണുന്നവർ കാണട്ടെ, കണ്ടില്ലെങ്കിൽ വേണ്ട അവിടെ കിടന്നോട്ടെ എന്നാണ് പറയണത് കേട്ടോ. ആ വീഡിയോയിൽ ഞാൻ കണ്ടത്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോകൾ ഇട്ടാലാണ് നമ്മളുടെ ചാനലിന് ഒരു പ്രോഗ്രസ് ഉണ്ടാവുള്ളൂ എന്നാണ് ഇന്നലെ ഞാൻ അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഇന്ന് മുതൽ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാമെന്ന് ആലോചിച്ച് വീഡിയോ ഒക്കെ. അടിപൊളി മഴ വന്നിട്ട് ഞായറാഴ്ച ആയിട്ട് രാവിലെ തന്നെ എഴുന്നേറ്റിട്ടൊന്നുമില്ല. 11 മണിക്കാട്ടെ ഞാൻ എഴുന്നേറ്റത്. വേറെ ഒന്നല്ല, പിള്ളേരിക്കും വേറെ ഒന്നും കൊണ്ടല്ല. നാളെ മുതൽ അമ്മിച്ച് വരും. അമ്മിച്ച് വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മിച്ച് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ മലയാറ്റൂര് നമ്മളുടെ അച്ചാച്ചൻ്റെ വീട്ടിൽ നിൽക്കുകയാണ്. അപ്പോൾ നാളത്തേക്ക് 41 ദിവസവും അമ്മച്ചി വീട്ടിൽ നിന്ന് പോയിട്ട്. അപ്പോൾ അമ്മച്ചി വരികയാണ്. ഇനിയിപ്പോൾ അമ്മച്ചി വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ കുറുക്കം വലിച്ച് കിടന്നുറങ്ങലോ ഒന്നും പോസിബിൾ ആവില്ല. അപ്പം ഞാൻ രാവിലെ തന്നെ വേഗം രാവിലെ എഴുന്നേറ്റില്ല, കുറച്ച് നേരം അധികം കൂടുതൽ നേരം കിടന്നുറങ്ങിയൊക്കെ ചെയ്ത് 11 മണിക്കാട്ടിന്ന് എണീറ്റതുള്ള കാര്യമുള്ള പോലെ അറിയണം. അപ്പോഴേക്കും അനുചേട്ടൻ വന്നപ്പോഴേക്കും താറാവിനെയൊക്കെ വാങ്ങിച്ച് ക്ലീൻ ചെയ്ത് വെട്ടി അടുപ്പത്തൊക്കെ കയറ്റിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ചോറൊക്കെ ഇരിപ്പുണ്ടിട്ട് എനിക്ക് തിളപ്പിച്ച് ചുറ്റിയാൽ മതി. നമ്മുടെ കലിപ്പം ബാക്കിൽ നിന്നിട്ട് താറാവ് വൃത്തിയാക്കിക്കൊണ്ടിരിക്കേണ്ട എല്ലാം കാലത്ത് തന്നെ ചെയ്തിട്ട പുള്ളിക്കാരന് മനസ്സിലായി. കാലത്ത് എണീറ്റ് ചായക്ക് കിട്ടാനുള്ള ചാൻസ് ഒന്നും ഇല്ലെന്ന് കഴിഞ്ഞപ്പോൾ തന്നൊക്കെ പോയിക്കൊണ്ട് വെള്ളയപ്പൊക്കെ വാങ്ങിച്ച് താറാവിനെയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് ഞാൻ വരുമ്പോൾ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. എൻ്റെ ഇവിടെ ഈ മനുഷ്യനാണ് ഇന്നലെ ഒരു ചേച്ചി കമൻറ്റിലൂടെ പറഞ്ഞത്, ഷീന ചേച്ചി പറഞ്ഞത് കലിപ്പനാണെന്ന്. പാവം ഒരു മാടപ്രാവാണ് ഇത്. മാടപ്രാവ് ഈ മാടപ്രാവിൻ്റെ മനസ്സാണെന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് ഈ മനുഷ്യനെ ഞാൻ ഒരു വിട്ടുകളയാണ്ട് കൂടെ കൂട്ടിയത് കേട്ടോ. ആ മനുഷ്യൻ വിളിച്ചപ്പോൾ തന്നെ ഞാൻ ഇറങ്ങി ഇയാളുടെ കൂടെ പോകുന്നതും ഇയാളുടെ മനസ്സിൻ്റെ ആ ഒരു ഇത് കൊണ്ട് തന്നെയാണ്. അതവിടെ ഇരിക്കട്ടെ. ഇനിയിപ്പോൾ ആദ്യം പറഞ്ഞ് കണ്ണെട്ടി പോകും. അപ്പോൾ ഈ താറാവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണുണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഞാനൊന്ന് മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് ഞാനിപ്പോൾ തന്നെ വരാം. അപ്പോൾ എനിക്ക് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ അനുചേട്ടൻ പറയണത് മുഴുവൻ ഞാൻ കഷ്ടപ്പെട്ട് ഞാൻ ചെയ്തിട്ട് ഇത് നീ വെച്ചതാണെന്ന് ഇപ്പം നാട്ടുകാരോട് മുഴുവൻ നീ പറയുമല്ലേ, അത് പറ്റില്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് അപ്പം അറിഞ്ഞോട്ടെ ഇതല്ല അനുചേട്ടൻ ചെയ്തതാണെന്ന്. ഇടയ്ക്കിടയ്ക്ക് ഒരു മിസ്സിങ് വരോട്ടോ. കാര്യം വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ ചിലതൊക്കെ വോയിസ് ഓവർ കൊടുക്കും, ചിലതൊക്കെ വോയിസ് നേരെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും തമ്മിൽ സിങ്ക് ആവില്ല. ചില നേരമൊക്കെ ഞാൻ വീഡിയോ ഇടുമ്പോൾ അതിങ്ങനെ കേട്ടോണ്ടിരിക്കണവർ ചിലരിക്കൊക്കെ പെട്ടെന്ന് ശ്രദ്ധിക്കും, ചിലർ അങ്ങോട്ട് ശ്രദ്ധിക്കില്ല. അപ്പോൾ അതുകൊണ്ടായിരിക്കട്ടെ ആ മിസ്സിങ് ഒക്കെ നിങ്ങൾ കാണുന്നത്. അങ്ങനെ നമ്മൾ ഇവിടെ പാചകം ഇങ്ങനെ തകൃതിയായിട്ട് കൊടുത്തോണ്ടിരിക്കുന്നത്. പിന്നെ എനിക്ക് അനുചേട്ടനകത്ത് അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ ഇഷ്ടമല്ലാത്തതെന്ന് വെച്ചാൽ എല്ലായിടത്തും വെള്ളമായിരിക്കും കേട്ടോ. അവിടെ ഇവിടെയൊക്കെ ആവശ്യമില്ലാണ്ടൊക്കെ വെള്ളമൊക്കെ വീഴ്ത്തി നാശകോശമാക്കി ഇട്ടേക്കിരുന്ന അടുക്കള. അപ്പോൾ ഞാനതും പറഞ്ഞിട്ട് എനിക്ക് ദേഷ്യം കയറിയിട്ടുള്ള എനിക്കിങ്ങനെ നനഞ്ഞ് കിടക്കണതൊന്നും ഇഷ്ടമല്ല അടുക്കള. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ ചോദിച്ചു ചേട്ടൻ ഭയങ്കര കലിപ്പിലാണെന്ന്. ഇതിന്റെ ഒരു സ്ഥായി ഭാവമാണ് ആ കലിപ്പ്, പക്ഷെ പുച്ഛം. മാടപ്രാവിന്റെ മനസ്സാണ്. മാടപ്രാവിന്റെ കാര്യത്തിന്റെ കരുത്തും മാടപ്രാവിന്റെ മനസ്സുമുള്ള പാവനിശ്ചിട്ട് ഈ മനുഷ്യന്റെ ഈ മനസ്ഥിതി കണ്ടിട്ടാണ് ഞാൻ ഈ മനുഷ്യന്റെ കൂടെ വേറെ ഒന്നും മുമ്പും ഒന്നും ആലോചിക്കാതെ ഈ മനുഷ്യന്റെ കൂടെ ഇറങ്ങി തിരിച്ചത്. കണ്ട ക്യാമറയുടെ മുമ്പിൽ നിൽക്കാനൊക്കെ ഒരു ചമ്മലാണ്. പിന്നെ ക്യാമറയുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തുമ്പോൾ ഒരു വിട്ടപ്പെട്ട് കാണിച്ചിങ്ങനെ നിൽക്കണം എന്നുള്ളട്ടാ പാവമാണ്. അപ്പോൾ ഒരു കമന്റ് ഉണ്ടായിരുന്നു ചേട്ടൻ കലിപ്പിലാണ്. ചേട്ടൻ കലിപ്പൊന്നുമില്ല, പാവട്ടാ. നേരം കൊണ്ട് ഞാനിപ്പോൾ ചായ ഉണ്ടാക്കണത് ഇങ്ങനെയാണ്. എനിക്ക് മാത്രം ഇപ്പോൾ വീട്ടിൽ ചായ മതി, ബാക്കിയുള്ളവരൊക്കെ പാലുടിക്കും. അപ്പോൾ എനിക്കുള്ള ചായപ്പൊടി ഞാനൊരു കപ്പിലോട്ട് ഇട്ടിട്ട് അതിനകത്തോട്ട് ആവശ്യമുള്ള പാൽ അതിനകത്തോട്ട് ഒഴിച്ച് അങ്ങനെ ഞാൻ എനിക്കുള്ള ചായ മാത്രം ഉണ്ടാക്കി എടുക്കോട്ടെ. ഇപ്പം അങ്ങനെയാണ് ചായ ഉണ്ടാക്കി കുടിക്കുന്നത്. അങ്ങനെ ആ ചായയിൽ നമ്മൾ തൽക്കാലം ആശ്വസിച്ചതിന് ഒരു വെള്ളയപ്പം മുക്കിയിട്ട് ഒന്ന് കഴിക്കേണ്ടിട്ട് ഒരു ചെറിയൊരു തട ഇട്ടില്ലെങ്കിൽ എനിക്ക് ഇപ്പം നിന്ന് ചെയ്യാനായിട്ടൊക്കെ ഒന്നും പറ്റില്ല. കാലത്ത് തന്നെ എണീറ്റ് വന്നു കഴിഞ്ഞപ്പോഴേക്കും സവാളയൊക്കെ വൃത്തിയാക്കി നന്നാക്കി വാട്ടാനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ താറാവിനെ വാങ്ങിച്ച് ക്ലീൻ ചെയ്ത് അടുപ്പത്തേക്ക് കയറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് എനിക്ക് വലിയ പണികളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ ഉണ്ടാക്കിയെന്നും പറഞ്ഞുകൊണ്ട് പറയുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയായിരുന്നു. കറി ഉണ്ടാക്കണ വീഡിയോ എടുത്തിട്ടിട്ട് നീ എല്ലാം ചെയ്തൊന്നും പറയൂലേന്ന് പറയണ്ടായിരുന്നു. അപ്പം അനുചേട്ടനാണ് ഇതെല്ലാം ചെയ്തത്. ഇനി പിന്നെ അത് മസാലപ്പൊടികളും കാര്യങ്ങളൊക്കെ ചേർക്കൽ മാത്രമേ ഉള്ളൂ എനിക്ക് പരിപാടിയുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ നാളെ
മുതൽ നമ്മുടെ കൂടെ അമ്മച്ചിയും ഉണ്ടാവും. 41 ദിവസമായി അമ്മച്ചി ഇപ്പം അടുക്കളയിൽ നിന്നും ഈ വീട്ടിൽ നിന്നും എൻ്റെ ചുറ്റുവട്ടത്തുനിന്നും ഒക്കെ മാറിയിട്ടാ. അപ്പോൾ ഈ 41 ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രയലായിരുന്നു. അമ്മച്ചി ഇല്ലാണ്ട് ഞാൻ എങ്ങനെ എൻ്റെ ഈ വീട് ഒറ്റയ്ക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ ഇല്ലേ, ഇതൊക്കെ എനിക്കൊരു ട്രെയിനിങ് പോലെയായിരുന്നു കേട്ടോ 41 ദിവസം. അമ്മച്ചി ആ 41 ദിവസം എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്ത് അമ്മച്ചി തന്നുകൊണ്ട് തന്നെ എനിക്കൊന്നും ചെയ്യാൻ ഒരു സാഹചര്യം കിട്ടാറില്ല. എന്നെ കൊണ്ടൊന്നും അങ്ങനെ ചെയ്യിപ്പിക്കാറില്ല കേട്ടോ അമ്മച്ചി. എല്ലാ കാര്യങ്ങളും അമ്മച്ചി തന്നെയാണ് മിക്കപ്പോഴും ചെയ്യണത്. നമ്മൾ ജോലിക്ക് പോകണോണ്ട് തന്നെ പോയി വരുമ്പോഴേക്കും എല്ലാ കാര്യങ്ങളും അമ്മച്ചി ആക്കി വെച്ചിട്ടുണ്ടാവും. അപ്പം ഞാൻ ഇടയ്ക്ക് വീഡിയോയിലൊക്കെ പറയാറുണ്ട്, എനിക്ക് ഒന്നും ചെയ്യാനുള്ളൊരു സാഹചര്യം കിട്ടാറില്ല, അമ്മച്ചി ഇങ്ങനെ എല്ലാം ചെയ്ത് തന്നുകൊണ്ട് തന്നെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നും പറഞ്ഞുകൊണ്ട് പരാതിയൊക്കെ പറഞ്ഞ് സങ്കടമൊക്കെ പറയാറുണ്ട് കേട്ടോ. ഞാനിനി സങ്കടവും പരാതിയും പറയണ കേൾക്കുമ്പോൾ കുറേ പേരൊക്കെ പറയും അങ്ങനെയൊക്കെ ചെയ്തു തരാൻ ഒരാളുണ്ടെങ്കിൽ അത് ഭാഗ്യമല്ലേ, ഏറ്റവും ഒരു ഭാഗ്യം ചെയ്ത് തന്നെയല്ലേന്ന്. ഒരു വശത്ത് നോക്കുമ്പോൾ അത് ശരിക്കും പറഞ്ഞ ഒരു ഭാഗ്യം തന്നെയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ എല്ലാം ചെയ്ത് തരാനും നമുക്കൊരു ബുദ്ധിമുട്ടും അറിയാണ്ട് ഇപ്പോൾ വൈകിട്ട് ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ പാത്രങ്ങളുണ്ടാവും സിങ്കിൽ. മറ്റൊന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പാത്രം വീഴാനും സമ്മതിക്കില്ല, അപ്പം തന്നെ കഴുകി വൃത്തിയാക്കണോണ്ട് തന്നെ നമുക്ക് പാത്രങ്ങളൊന്നും ഉണ്ടാവില്ല. ഇപ്പം സിങ്ക് മുഴുവൻ നിറച്ച് പാത്രങ്ങൾ കിടക്കുമ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട് കേട്ടോ. മറ്റൊന്ന് വെച്ചാൽ സങ്കടമാണ്, അയ്യോ എനിക്ക് പാത്രം കഴുകാൻ കിട്ടിയില്ലെന്നൊക്കെ പറഞ്ഞുണ്ടായിരുന്നു എനിക്ക് സങ്കടം. ഇപ്പോൾ ഈ 41 ദിവസം പാത്രം കഴുകാനും ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ സ്വന്തം കൈ കൊണ്ട് തന്നെ ഉണ്ടാക്കാനും ഇതൊക്കെ സാധിച്ചിട്ടാ. അത് ചെറിയൊരു ഹാപ്പിനെസ് ഉണ്ടായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുണ്ടായിരുന്നു എന്ന് തന്നെ പറയണം. ഉള്ള കാര്യമുള്ള പോലെ അറിയാലോ, അത് ഞാൻ ആസ്വദിച്ചെന്ന് തന്നെ പറയാം. പക്ഷേ അമ്മച്ചി ഇല്ലാത്തതിൻ്റെ ആ ഒരു വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറൊരു സൈഡിൽ നിന്നും. ഇപ്പം ഈ കൊച്ചുങ്ങളായാലും അമ്മച്ചി ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്കൊരു കൂട്ടാണ് അമ്മച്ചിക്ക്. അവർക്ക് ഒരു കാവലായിട്ട് അമ്മച്ചി അവിടെ ഉണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് സമാധാനമായിട്ട് ഓഫീസിലൊക്കെ പോയിരിക്കായിരുന്നു. അത് ഭയങ്കര ഒരു വിഷമം തന്നെയായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മച്ചി ഒരാളില്ലല്ലോ നോക്കാൻ. എന്തെങ്കിലും ഒരു ഭക്ഷണം കഴിക്കണ നേരത്തായാലും എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് കൊച്ചിന് വന്നു കഴിഞ്ഞാൽ ആരും ഉണ്ടാവൂല, എല്ലാം ഞാൻ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് പോണ. ഇവിടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ടാവും, ഭയങ്കര ശല്യമാണെന്ന്. ഈ ആദ്യം ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഇപ്പം എനിക്ക് പറ്റണില്ല, മാനേജ് ചെയ്യാൻ പറ്റണില്ല എന്നാൽ ഞാൻ പറയാം. 4 കുഞ്ഞുങ്ങളുണ്ട്, അവരുടെ ഒച്ചപ്പാടും അമ്മ കിടന്ന് അമ്മയുടെ ഭാഗത്ത് ഇത് ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒരു കൂട്ടർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പം കഥയുടെ ഇടയിൽ പൊടികളൊക്കെ ഇടണത് ഷൂട്ട് ചെയ്യാനായിട്ട് ക്യാമറ ഓണാക്കാൻ മറന്നു പോയി. മഞ്ഞപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടി, മല്ലിപ്പൊടി ഇതൊക്കെ ഇട്ടിട്ട് നമ്മൾ ഇതേ വഴച്ചുകൊണ്ടിരിക്കേണ്ട. അപ്പോൾ എല്ലാ ദിവസവും വൈകിട്ട് അമ്മക്കും ഇടയ്ക്ക് വിളിക്കുകയും ചെയ്യും. അപ്പോൾ അമ്മച്ചി പറയും ദിവസങ്ങൾ എണ്ണി ഞാൻ നോക്കിയിരിക്കേണ്ട, അങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് നോക്കിയിരിക്കണം. ഇനിയിപ്പം ഈ ഒരു ദിവസം കൂടി ഉള്ളൂ. നാളെ രാവിലെ പോയിട്ട് നമ്മൾ കൂട്ടിയിട്ട് പോരും കേട്ടോ. അവിടെ എന്താണ് പോയി നിൽക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ഒരു മലയാറ്റൂർ പോണ ഒരു വീഡിയോ ഒക്കെ ഞാൻ അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അത് പറയാതിരുന്നതാണ് കേട്ടോ. നമ്മുടെ അച്ചാച്ചൻ വയ്യാണ്ട് കിടക്കണായിരുന്നല്ലോ. അച്ചാച്ചൻ നമ്മളൊക്കെ വിട്ടു പോയി. അപ്പോൾ അച്ചാച്ചൻ്റെ മരണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ അമ്മച്ചി അവിടെ ഒരു ദിവസം നിന്ന്. അവർക്ക് 41ൻ്റെ അന്നാണ് പിന്നെ അവിടുത്തെ ചടങ്ങുകളും കാര്യങ്ങളും. ഇനിയിപ്പോൾ അങ്ങോട്ട് പോകലും കാര്യങ്ങളൊക്കെ കുറവായിരിക്കും. അപ്പോൾ അവിടെ അമ്മച്ചി നിൽക്കട്ടെ എന്ന് പറഞ്ഞ കാരണം 41 ദിവസം നമ്മളവിടെ അമ്മച്ചിനെ നിർത്തി. അമ്മച്ചിക്ക് അവിടെ നിൽക്കണമെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ നമ്മളവിടെ നിർത്തിയിട്ട് പോകുന്നു. അപ്പോൾ ഇനിയിപ്പോൾ നാളെ 41 41-ന് പോകുമ്പോൾ പോഞ്ഞ വഴി അമ്മച്ചിനെ കൂട്ടിയിട്ട് ഇങ്ങോട്ട് പോരണം. അപ്പോൾ എല്ലാ ദിവസവും വിളിക്കുമ്പോൾ ചോദിക്കും, മോളിത് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണേ, മോൾക്ക് ഇത് പറ്റുന്നുണ്ടാ, ജോലി കഴിഞ്ഞ് വരുമ്പോൾ എല്ലാവരും കൂടിയൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടാ, ഇതൊക്കെയാണ് അമ്മച്ചിയുടെ ചോദ്യം. അപ്പോൾ ഈ 41 ദിവസം നമ്മളുടെ വീട് നമ്മൾ മറിച്ച് വെച്ചെന്ന് അമ്മച്ചിനോട് പറയിപ്പിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നലെ തന്നെ എല്ലാ റൂമൊക്കെ അടിച്ച് വാരി തുടച്ച് വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് എല്ലാം സെറ്റപ്പ് ചെയ്തിട്ടേക്കേണ്ട. അമ്മച്ചിനെ കൊണ്ട് ഒന്നും ഒരു കുറവ് തോന്നിപ്പിക്കരുതെന്ന് പറയാൻ വേണ്ടിയിട്ട്. എന്താണെന്ന് വെച്ചാൽ 41 ദിവസം നമ്മളുടെ വീട് നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ച് തന്നുകൊണ്ട് പോയിട്ട് വീട് നശിപ്പിച്ച് വെച്ചെന്ന് പറയിപ്പിക്കരുതല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വീടൊക്കെ ഇന്നലെ തന്നെ സെറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്തൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷെ ഒടുക്കത്തെ മഴ ഇങ്ങനെ പെയ്യണോണ്ട് തന്നെ മുറ്റമൊക്കെ ഇങ്ങനെ അലമ്പായി കിടക്കണേ. ഇനിയിപ്പോൾ മുറ്റമൊക്കെ ഒന്ന് കഴുകി മുറ്റമൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കി അത് മൂന്നൊക്കെ സെറ്റ് ചെയ്തിടണം.
ഞാൻ ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ കുറേ പേർക്ക് റിലേറ്റ് ആയിട്ട് തോന്നും. കുറേ പേരൊക്കെ ആലോചിക്കും അപ്പം അമ്മച്ചിനെ ഭയങ്കരമായിട്ട് പേടിക്കണുണ്ടെന്ന്. അമ്മച്ചിനായിട്ട് പേടിക്കണത് കൊണ്ടൊന്നുമല്ല കേട്ടാ. നമ്മൾ അമ്മച്ചി ഉണ്ടായിട്ടുണ്ട്, ജീവിതം തുടങ്ങിയ കാലം മുതലേ നമ്മുടെ കൂടെ അമ്മച്ചി ഉണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞങ്ങളെ വിട്ട് മാറിയൊക്കെ ഒന്നും അമ്മച്ചി ഇന്നേ വരെ മാറി നിന്നിട്ടില്ല. ആദ്യമായിട്ടാണ് ഇത്രയും ടൈമിൽ 41 ദിവസം മാറി നിൽക്കണത്. അപ്പോൾ ഞാൻ മാത്രമായിട്ട് നിന്ന് ഈ വീട് മാനേജ് ചെയ്തിട്ട് ഇല്ല. അപ്പോൾ അമ്മച്ചി വരുമ്പോൾ നമ്മുടെ വീട് മോശമായിട്ട് മറിച്ച് വെച്ചേക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അവർ ഓർക്കൂല ഇത്രയും ഭംഗിയായിട്ട് കൊണ്ടുവന്ന് വെച്ച വീട് ഞാൻ പോയി കഴിഞ്ഞപ്പോഴേക്കും അവൾ മോശമാക്കിയെന്ന് ഒരിക്കലും പറയിപ്പിക്കരുത്. എത്ര ആണെന്നുണ്ടെങ്കിൽ എത്ര സ്നേഹമുള്ള അമ്മയാണെന്നുണ്ടെങ്കിലും അവർ മനസ്സിലെങ്കിലും ഓർക്കും, ഓ വീട് നശിപ്പിച്ച് വെച്ചേക്കാണ് ഞാൻ പോയ സമയം കൊണ്ടെന്ന്. അപ്പോൾ അതൊരിക്കലും പറയിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഗൈസ് ഞാൻ രാവിലെ മുതൽ ഇവിടെ മറിഞ്ഞ് തലകുത്തി മറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഭംഗിയായിട്ട് വീടൊക്കെ ഇട്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കിടന്ന് മരിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ അപ്പോഴേക്കും നമുക്ക് താറാവ് കറിയൊക്കെ വെന്തട്ട. ഞാൻ എന്തൊക്കെയാണ് വിളിച്ച് പറയണേന്നുള്ളത് പോലും എനിക്ക് ഞാൻ ചിന്തിക്കണില്ല. ഇനിയിപ്പോൾ അതൊക്കെ ആരെങ്കിലും കാണോ കേൾക്കോ കാണിച്ചു കൊടുക്കോ തോന്നുന്നു എനിക്കറിഞ്ഞൂടെ ഗൈസ്. പക്ഷേ ഞങ്ങൾ പറഞ്ഞു നിങ്ങളോട് ഇങ്ങനെ എല്ലാ കാര്യങ്ങളൊക്കെ ഇങ്ങനെ തുറന്ന് സംസാരിക്കണതുകൊണ്ടാണ് ഒരുപാട് കാര്യങ്ങൾ എനിക്കിപ്പോൾ ഭയങ്കരമായിട്ട് മെൻ്റലി ഞാൻ ഭയങ്കര റിലാക്സ് ചെയ്തിട്ടാണ് ഓരോ ദിവസവും പോകുന്നത്. അതിന് കാരണം എല്ലാം ഞാൻ നിങ്ങളോടായിട്ട് ഷെയർ ചെയ്യണുണ്ട്. അപ്പുറം ഒരു കേൾക്കാൻ എനിക്ക് ആളുണ്ടെന്നുള്ളൊരു ഒരു ചിന്തയുണ്ട്. മെയിനായിട്ട് ഈ ചാനൽ ഇങ്ങനെ കൊണ്ടു നടക്കണതിൻ്റെ കാര്യവും അത് തന്നെയാണ്. ഞാനിതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അപ്പുറം ഇരുന്ന് ആരോക്കെ കേൾക്കണുണ്ട്. അപ്പുറമൊക്കെ ആരോക്കെ ഇരുന്ന് എൻ്റെ കാര്യങ്ങളും ഇതൊക്കെ നമ്മളുടെ കാര്യങ്ങളായാലും അറിയുന്നുണ്ട്. അപ്പുറം ഒരാളോട് പോയിരുന്ന് വിശേഷമൊക്കെ പറയണ പോലെ തന്നെയാണ് എനിക്ക് ഇതിനകത്തേ കൂടെ ഓരോ കഥകൾ ഞാൻ നിങ്ങളോട് പറയുമ്പോൾ. അപ്പോൾ ഇങ്ങനെ കഥകളൊക്കെ പറഞ്ഞ് എന്താണ്ടൊക്കെ കാട് കയറിപ്പോയി. പിന്നെ എന്തിട്ടാ അപ്പോൾ അതേ താറാവറിയിൽ ഉപ്പൊക്കെ തൂക്കി കഴിഞ്ഞപ്പോൾ ഉപ്പ് കുറവുണ്ടിട്ട് അപ്പോൾ കുറച്ച് ഉപ്പൊക്കെ വാരി ഇങ്ങനെ ഇട്ടിട്ട് ഇനിയിപ്പോൾ അധികം പണികളൊക്കെ ഒന്നും എനിക്കില്ല. ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ തന്നെ എൻ്റെ പണികളൊക്കെ എല്ലാം തീർത്ത് വെച്ചതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ വലിയ പണികളും കാര്യങ്ങളൊന്നുമില്ല. എനിക്കിപ്പോൾ താറാവറിയൊക്കെ ഒന്ന് ഇറക്കി വെച്ചതിന് ശേഷം ഇനിയിപ്പോൾ ചോറും തിളപ്പിച്ച് ചുറ്റി കഴിഞ്ഞാൽ എൻ്റെ പണികളൊക്കെ ഏകദേശം കഴിയോട്ടെ നിർത്താം. ചോറ് ഇരിപ്പുണ്ട് കേട്ടോ. ആ ചോറ് കൂടി തിളപ്പിച്ച് ചുറ്റി കഴിഞ്ഞാൽ നമ്മുടെ പണികളൊക്കെ തീർന്ന്. ഇന്നലെ തന്നെ ഞാൻ എല്ലാം മൂടി കിടന്നൊക്കെ ഒതുക്കിയും പെരക്കിയൊക്കെ ചായച്ചൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്നലെ മഴ പെയ്തുകൊണ്ട് ഞാൻ നിറയെ മുറ്റത്ത് ഇലകളുണ്ട്. അതൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കണം. അത്രേ ഉള്ളൂ എനിക്ക് പണി. നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ ഈ ഒരു ടിന്നുകൾ. നല്ല എയർ ടൈറ്റും ആണ്. അത്യാവശ്യം നല്ല കാര്യങ്ങളാണ്. ഞാൻ ഈ മൂലക്ക് ഇങ്ങനെ വെച്ചേക്കണ് ചായച്ച്. അപ്പം നമുക്ക് പൊടികൾ തീർന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അറിയാനും പറ്റും കേട്ടോ. 11 മണിയായപ്പോൾ എഴുന്നേറ്റ കൊണ്ട് തന്നെ ഇപ്പോൾ ഒരു 12 മണിയാവേണ്ടിട്ട് എല്ലാ പണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് കാലത്ത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഞാനൊന്നും കഴിച്ചിട്ടൊന്നുമില്ല. ഇത്തിരി വൈകിപ്പോയി എഴുന്നേറ്റത്. അതുകൊണ്ട് തന്നെ 12 മണിയായി കഴിഞ്ഞപ്പോൾ വെള്ളയപ്പം താറാവറിയൊക്കെ എടുത്തിട്ട് കഴിക്കേണ്ട. ഇനി ഉച്ചക്കത്തെ ചോറും കൂടി അങ്ങോട്ട് ഇതോടുകൂടി തന്നെ അങ്ങോട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ ആ പരിപാടിയും കൂടി അങ്ങോട്ട് കഴിഞ്ഞ്. അപ്പോൾ ചെറിയ വെറുതെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാനിങ്ങനെ ആലോചിച്ച്, ഞാൻ പറഞ്ഞില്ലേ വീഡിയോസൊക്കെ ഇങ്ങനെ ഇട്ടാണ്ട് ലാഗ് ചെയ്ത് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്താനായിട്ട് പറ്റില്ല ഗൈസ്. നമ്മുടെ വീഡിയോസ് കണ്ടാലും കണ്ടില്ലെന്നുണ്ടെങ്കിലും നമ്മൾ വീഡിയോസുകൾ ഇങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാലേ നമ്മളുടെ ചാനലിലും ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. അപ്പോൾ എൻ്റെ പോലെയൊക്കെ പുതിയ ആൾക്കാർ തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് കൂടി വേണ്ടിയിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ലാഗൊന്നും ചെയ്യാണ്ട് ഇഷ്ടത്തോടെ നമ്മൾക്ക് പറ്റണ പോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക. എന്നെങ്കിലും ഒരിക്കലും നമ്മളുടെ മാവും പോക്കും. ഇങ്ങനെയെങ്കിലുമൊക്കെ എനിക്കും ഒന്ന് തുണി പൊക്കി ഇറക്കണം ഒരു കാറ്. അതാണ് എൻ്റെ ഒരു സ്വപ്നം. എന്താ അതൊക്കെ നടക്കും. നമ്മൾ ആ ലക്ഷ്യത്തിൽ നിന്ന് മാറാണ്ട് മുമ്പോട്ട് തന്നെ പോയിക്കൊണ്ടിരുന്നാൽ മതി. അപ്പോൾ എല്ലാവർക്കും അപ്പോൾ ഗുഡ് നൈറ്റ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളൊക്കെ അങ്ങനെ എത്രയോ പെട്ടെന്ന് വേഗം എന്നെ സപ്പോർട്ട് ചെയ്യുന്നോ അത്രയും പെട്ടെന്ന് എനിക്ക് തുണിവൊക്കെ ഇറക്കാൻ പറ്റും കാറ്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.